നമസ്കാരം. വർഷങ്ങളായി ലോകം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് ആഗോളതാപനം. ആഗോളതാപനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ വരും വർഷങ്ങളിൽ ഇതിൻ്റെ പ്രത്യാഘാതം ഇനിയും വൻതോതിൽ വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്ത 75 വർഷത്തിനുള്ളിൽ, അതായത് 2100 ലോകത്തെ വളരെ പ്രധാനപ്പെട്ട പല നഗരങ്ങളും സമുദ്രജലനിരപ്പ് ഉയരുന്നതിൻ്റെ ഭാഗമായി വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഗവേഷകർ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. വൻ നഗരങ്ങൾ മാത്രമല്ല, തീരദേശ മേഖലയിലുള്ള ചെറുപട്ടണങ്ങളുമൊക്കെ തന്നെ കടൽ വിഴുങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സിംഗപ്പൂരിലെ നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും സമുദ്രജലനിരപ്പ് ഉയരും എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ഇത്രത്തോളം ഭയാനകമായ രീതിയിൽ സമുദ്രജലനിരപ്പ് ഉയരും എന്ന വാർത്ത പുറത്തുവിടുന്നത് ഈ സർവകലാശാലയിലെ വിദഗ്ധനാണ്. 6.2 അടി ഉയരത്തിൽ സമുദ്രജലനിരപ്പ് ഉയരുകയാണെങ്കിൽ അത് വലിയ ദുരന്തം തന്നെ ഉണ്ടാക്കി വയ്ക്കുമെന്നാണ് ഈ ഗവേഷകർ ഇപ്പോൾ നമുക്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുമ്പോൾ ഇക്കാര്യം കൂടി കണക്കിലെടുത്ത് വേണം അത് ചെയ്യാനെന്നാണ് ഇപ്പോൾ ഗവേഷകർ നിർദ്ദേശിക്കുന്നത്. കാരണം ഭാവിയിൽ ഒരു കടലാക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാൻ തക്ക ശേഷിയുള്ള രീതിയിലായിരിക്കണം തീരദേശ മേഖലകളിലൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നാണ് ഈ പഠനം ഇപ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ അത് അപകടത്തിലാക്കാൻ സാധ്യതയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ലണ്ടൻ, കാർഡിഫ്, ഹൾ തുടങ്ങിയ വലിയ നഗരങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമ്മെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത. അന്റാർട്ടിക്ക പോലെയുള്ള മേഖലകളിൽ വൻതോതിൽ മഞ്ഞ് ഉരുകുന്നതും വലിയ മഞ്ഞുമലകൾ തന്നെ അടർന്നു മാറി ഒഴുകി നടക്കുന്നതുമൊക്കെ തന്നെ സമുദ്രജലനിരപ്പ് ഉയരാൻ കാരണമായി തീരാമെന്ന് വളരെ നേരത്തെയും ഗവേഷണങ്ങൾ നടത്തുന്ന പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇപ്പോഴും ചില വലിയ ഹിമാനികൾ, അതായത് മഞ്ഞുമലകൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുന്നുണ്ട്. വലിയ ബഹുനില കെട്ടിടങ്ങളെക്കാൾ വലുപ്പത്തിലുള്ള പല മഞ്ഞുമലകളും ഇപ്പോഴും സമുദ്രങ്ങളിൽ ഒഴുകി നടക്കുന്നുണ്ട്. ഇവയൊക്കെ തന്നെ അലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ കടലാക്രമണം രൂക്ഷമാക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2020 മുതൽ തന്നെ ഐക്യരാഷ്ട്രസഭ സമുദ്രജലനിരപ്പ് 1.9 അടി മുതൽ 3.2 അടി വരെ ഉയരാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സിംഗപ്പൂരിലെ സർവകലാശാലയിലെ ഗവേഷകർ നൽകുന്നത് ഇതിലും എത്രയോ ഇരട്ടിയാണ്. ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭ നേരത്തെ കണ്ടെത്തിയതിനേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പത്തിലാണ് ഇപ്പോൾ ഈ ഗവേഷകർ നമുക്ക് സമുദ്രജലനിരപ്പ് ഉയരുന്നത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സമുദ്രജലനിരപ്പുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായ ഗവേഷകരുടെ അഭിപ്രായങ്ങളും ഒപ്പം ലഭ്യമായ സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം കൂട്ടി ചേർത്തുകൊണ്ടാണ് ഇവർ പുതിയ നിഗമനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ആധികാരികമായ രീതിയിൽ ഇക്കാര്യത്തിൽ ഗവേഷണം നടത്തുന്നത് തങ്ങളായിരിക്കും എന്നാണ് നാൻയാങ് സർവകലാശാലയിലെ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. ഇംഗ്ലണ്ടിലെ കിഴക്കൻ തീരദേശ മേഖലയിലെ പട്ടണങ്ങളെയായിരിക്കും ഇത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത്. വടക്കൻ അയർലൻഡിലെയും സ്കോട്ട്ലൻഡിലെയും ഏതാനും മേഖലകളെ മാത്രമാണ് വെള്ളപ്പൊക്കം ബാധിക്കുക എന്നുള്ളത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. കിഴക്കൻ ഡെൻമാർക്ക് മുതൽ വെനീസ് വരെ നമുക്കറിയാം, വെനീസ് ജലത്താൽ ചുറ്റപ്പെട്ട ഒരു മേഖല തന്നെയാണ്. ഇവിടെ എല്ലാം തന്നെ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയിലെ ചില പ്രധാനപ്പെട്ട നഗരങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലൂസിയാനയിലെ ന്യൂ ഓർലിയൻസ്, ടെക്സാസിലെ ഗാൽവൻസ്റ്റൺ, ഫ്ലോറിഡയിലെ എവർഗ്ലാൻഡ്സ് എന്നീ പ്രദേശങ്ങളെയും സമുദ്രജലം വിഴുങ്ങും എന്നാണ് മുന്നറിയിപ്പ്. ഏതായാലും ആഗോള താപനത്തെ ചെറുത്ത് നിൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോഴേ നടത്തുകയാണെങ്കിൽ ഇനി 75 വർഷം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ തന്നെ ഇതിന് മുൻകരുതലെടുക്കുകയും മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും പരമാവധി ഹരിത രീതിയിൽ ജീവിക്കാൻ ആരംഭിക്കുകയൊക്കെ ചെയ്താൽ ഇതിനൊരു മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിന് എത്രത്തോളം നമ്മുടെ സർക്കാരുകളും ജനങ്ങളും മുൻകൈയെടുത്ത് രംഗത്തിറങ്ങും എന്നത് മാത്രമാണ് ഇവിടെ ഉയർന്ന ചോദ്യം. ഏതായാലും ഈ ഒരു പ്രവചനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 75 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും വഴിവെക്കുക എന്നുള്ളത് ഉറപ്പാണ്.